നമസ്കാരം, വെൽക്കം ടു മലബാർ കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് പഴം കൊണ്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു പായസമാണ്. നേന്ത്രപ്പഴം കൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്. കുറഞ്ഞ ചേരുവകൾ മാത്രമാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വിഷുവിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ രുചികരമായിട്ടുള്ളൊരു പായസമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ നേന്ത്രപ്പഴം എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ല പഴുത്ത ചെറിയൊരു കറുപ്പൊക്കെ വരുന്ന നേന്ത്രപ്പഴം ഉണ്ടാവുമല്ലോ, ചെറിയ പുറന്തൊലി കറുത്ത് വന്ന്. അപ്പോൾ അങ്ങനെയുള്ളത് നല്ല മധുരമുള്ള നേന്ത്രപ്പഴം ഇതിനു വേണ്ടി എടുക്കാൻ വേണ്ടി നോക്കുക. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 2 നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. ഇത് വെച്ച് നിങ്ങൾ ഈ ഒരു അളവിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ 4 പേർക്ക് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പായസം 4 പേർക്ക് വരെ സെർവ് ചെയ്യാം. നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ചേർത്തതിന് ശേഷം ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിലടിക്കുക. 3 വിസിലടിച്ചതിന് ശേഷം പ്രഷർ മുഴുവനായിട്ട് പോയിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പഴം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അതിനുശേഷം ഈ പഴം വെന്ത വെള്ളം തന്നെ കുറച്ച് ഭാഗം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഉരുളി ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉരുളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനൊരു പാൻ വെച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ പഴം വെന്ത വെള്ളം കുറച്ച് ഭാഗം അരക്കാൻ വേണ്ടി എടുത്തു. ബാക്കിയുള്ള ഭാഗം ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ച് ഭാഗം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ വെള്ളം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. ഒരു ടീസ്പൂൺ തുടങ്ങി 1.5 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. ഇതൊന്ന് തിള വന്നതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ചൂട് വെള്ളവും ഈ നമ്മൾ പഴം വെന്ത ഈ ഒരു വെള്ളവും നമ്മൾ ചേർത്തിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടും ഒന്ന് മുഴുവനായിട്ട് ചേർന്ന് വരണം. ഏകദേശം ഒരു 2 മിനിറ്റ് എടുക്കും ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് യോജിച്ചത് ശേഷം ഒന്ന് തിള വരുമല്ലോ, ആ ഒരു സമയമാകുമ്പോൾ ഇതിലോട്ട് ശർക്കര ചേർക്കാം. നമ്മൾ ശർക്കര എടുത്തിരിക്കുന്നത് ഒരു 2 പീസ്, ഒരു മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസിൽ ഒരു ശർക്കരയും കുറച്ച് ചെറിയൊരു ശർക്കരയായിരുന്നു. അതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് പിന്നെ അതൊന്ന് അരിച്ചെടുക്കുക കൂടി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ശർക്കരപ്പാനി എൻ്റെ കയ്യിലുള്ളത് മുഴുവനായിട്ട് ഞാൻ ആദ്യം ഒഴിച്ചില്ല, കുറച്ച് ഭാഗം ആദ്യം ഒഴിച്ചു കൊടുത്തു. പിന്നെ മധുരം ഒന്ന് നോക്കിയതിന് ശേഷമാണ് ബാക്കി. അപ്പോൾ നിങ്ങൾ ഓരോ ശർക്കരയുടെ മധുരവും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നിങ്ങൾ ഒരുപാട് ആൾക്കാർക്കൊക്കെ വേണ്ടി ഒരു 10-12 ആൾക്കാർക്കോ അല്ലെങ്കിൽ 10 പേർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ആ ഒരു കണക്കിലുള്ള മെഷർമെൻറ്റ് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. ശർക്കരപ്പാനിയും നമ്മുടെ പഴമൊക്കെ നല്ല രീതിയിൽ വരട്ടിയെടുക്കണം. ഈ വരട്ടിയെടുക്കുന്നതാണ് ഇതിലെ പ്രധാന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ തുടങ്ങി 2 ടീസ്പൂൺ വരെ നെയ്യ് ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം പാനിൽ നിന്ന് നമ്മൾ ഹൽവ ചെയ്യുന്നത് പോലെ വേണ്ട കേട്ടോ, എന്നാലും പാനിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിട്ട് വരുന്ന ആദ്യത്തെ ഒരു പാകം ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗമാകുമ്പോൾ ഇതിലോട്ട് തേങ്ങയുടെ 2ാം പാല് ഏകദേശം ഒരു 1/4 ഗ്ലാസ്സിനടുത്ത്, ഏകദേശം കുഞ്ഞു ഗ്ലാസ്സിനാണെങ്കിൽ 1 ഗ്ലാസ് വരെ തേങ്ങയുടെ 2ാം പാല് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു ചെറിയ തേങ്ങയുടെ പാലാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം നോക്കുക, ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് തവി കൊണ്ട് യോജിപ്പിച്ച് കൊടുക്കുക. നല്ല ലൂസായി പോകരുത്, അതുപോലെ നന്നായിട്ട് കുറുകി പോകുകയും ചെയ്യരുത്. അപ്പോൾ നേന്ത്രപ്പഴവും ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം വറുത്ത് പൊടിച്ച ഒരിത്തിരി ജീരകത്തിൻ്റെ പൊടിയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരിത്തിരി ഉപ്പുമാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പായസത്തിൽ സാധാരണ ഏലക്കപ്പൊടിയൊന്നും ഉപയോഗിക്കാറില്ല, ജീരകത്തിൻ്റെ പൊടി തന്നെ ധാരാളമാണ്. നല്ലതുപോലെ തിളച്ച് തവി കൊണ്ട് നമ്മൾ പായസത്തിൻ്റെ പാകം ഒന്ന് നോക്കുക. ഇത് ഒത്തിരി കുറുകി പോകരുത്. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം തവിയിൽ നിന്ന് ഏകദേശം നമ്മളിങ്ങനെ തവി കൊണ്ട് ഒഴിച്ച് നോക്കുമ്പോൾ ഒരു പാകം നമുക്ക് കാണാം, ഇതിങ്ങനെ ഉറ്റിറ്റ് വീഴുന്നത്, ആ ഒരു രീതി കണ്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല കുറുകിയ നല്ല കട്ടിയുള്ള തേങ്ങയുടെ 1ാം പാല് ഒരു 1/4 ഗ്ലാസ്സിനടുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ തിളപ്പിക്കരുത് കേട്ടോ. ഉരുളിയാണെങ്കിൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക, ഉരുളിയാണെങ്കിലും പാനാണെങ്കിലും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാത്രത്തിനും പായസത്തിനൊക്കെ നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് പെട്ടെന്ന് തന്നെ എല്ലാം നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലോട്ടേക്ക് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കുത്ത് കൂടി ചേർക്കുകയാണെങ്കിൽ വളരെ രുചികരമാണ് ഈ ഒരു പായസം. ഇപ്പോൾ നേന്ത്രപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നേന്ത്രപ്പഴം ഉടച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഇഷ്ടമാവും കുട്ടികൾക്ക്. അതുപോലെ നമ്മൾ വിഷു, ഓണം സദ്യകളിലൊക്കെ എപ്പോഴും പ്രഥമനുമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായി പഴത്തിൻ്റെ പ്രഥമൻ കൂടി ഒന്ന് ചെയ്ത് നോക്കുക.
നല്ല ടേസ്റ്റാണ്. ഇതിലെ ചേരുവകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൂടി ഉൾപ്പെടുത്താം കേട്ടോ. ഇന്നത്തെ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.